നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഗ്രോക്ക് 3 എന്ന് പറയുന്ന ആ ഒരു AI ടൂളിനെ പറ്റിയാണ്. ChatGPT DeepSeek ഇതിന് ശേഷം നമുക്ക് ഈ അടുത്ത് തന്നെ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ AI ടൂളാണ് ഗ്രോക്ക് 3 എന്ന് പറയുന്നത്. 2023 ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ് ഗ്രോക്ക് 3 എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്. നമുക്ക് മാത്തമാറ്റിക്കലോടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ കോഡിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് രീതിയിൽ ഇത് ചെയ്തു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്, ഒരു LLM ആണ് ഈ ഗ്രോക്ക് 3 എന്ന് പറയുന്നത്. ഇത് XAI ആണ് ഇതിൻ്റെ ഡെവലപ്പ്, അല്ലെങ്കിൽ എലോൺ മസ്കിൻ്റെയാണ് ഈ ഗ്രോക്ക് 3 എന്ന് പറയുന്ന ആ ഒരു AI ടൂള്. ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. നമുക്ക് ഗ്രോക്ക് 2 എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നതും എങ്ങനെയാണ് പ്രോംപ്റ്റ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ChatGPTയും അതുപോലെ DeepSeek പോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ കുറച്ച് ചേഞ്ചസാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടൊക്കെ അല്ലെങ്കിൽ കോഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് രീതിയിൽ ഈ ഗ്രോക്ക് 3 യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഗ്രോക്ക് 3 നമുക്ക് അല്ലെങ്കിൽ ഗ്രോക്ക് 2 എങ്ങനെ നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രോക്ക് 3 നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോക്ക് 3 എന്ന് പറയുന്ന ആ ഒരു AI നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ ഗ്രോക്ക് 3 എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ Gmail അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗ്രോക്ക് 3 വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതാണ് ഗ്രോക്ക് 3 ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ChatGPTയും DeepSeek പോലെ തന്നെയാണ് ഇത് ഇൻ്റർഫേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് യൂസ് ചെയ്യാനും സാധിക്കും. ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേന് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമ്മളിവിടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് ഗ്രോക്ക് 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഗ്രോക്ക് 2 ആയിരുന്നു നേരത്തെ പ്രീവിയസ് ജനറേഷൻ മോഡൽ. എന്നാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്മാർട്ടസ്റ്റ് ഏറ്റവും പുതിയ വെർഷനാണ് ഗ്രോക്ക് 3 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ നമുക്ക് ഡീപ്പ് സെർച്ച്, അതായത് ഡീപ്പ് സീക്കിലും നമ്മുടെ ChatGPTയിലും ഒക്കെ കാണുന്ന പോലെ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഡീപ്പ് സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതായത് ഡീപ്പ് സീക്കിനകത്ത് തിങ്കിങ് R1 മോഡൽ എന്ന് പറയുന്ന പോലെ തന്നെ ഗ്രോക്ക് 3 നമുക്ക് തിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ChatGPT ഉള്ള പോലെ തന്നെയാണ് ഇതിലും വരുന്നത്. ഇവിടെ നമുക്ക് ഫയൽസ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രത്യേകം നമുക്ക് റിസർച്ച് ചെയ്യാൻ, ബ്രെയിൻ സ്റ്റോം, ഡേറ്റ അനലൈസ് ചെയ്യാൻ, ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, കോഡുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാൽ ChatGPTയിലോ അല്ലെങ്കിൽ DeepSeek കാണുന്ന ലെഫ്റ്റ് സൈഡിലല്ല നമുക്ക് ഇതിൻ്റെ കാണുന്നത്. അത് നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് എല്ലാം നമുക്ക് അവിടെ ലാസ്റ്റ് 7 ഡേയ്സിനുള്ളത് നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരും. ഇങ്ങനെയായിരിക്കും വരുന്നത്. ലെഫ്റ്റിലല്ല ടോപ്പിലായിരിക്കും ഇത് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്ക് ടെമ്പററി ചാറ്റൊക്കെ ഓൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും ഇവിടെ നമുക്കുണ്ട്. ഇനി ഇവിടെ വരിക, ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പ്രോംപ്റ്റ് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റ് റിലേറ്റഡുള്ള പ്രോംപ്റ്റുകൾ നമുക്കിവിടെ കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ളതാണെങ്കിൽ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ROS കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ROI കണ്ടുപിടിക്കണം, അതായത് റിട്ടേൺ ഓൺ അഡ്വാൻസ്മെൻറ്റും ROI ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവായതും നമ്മൾക്ക് ഇൻകം കിട്ടിയതും ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം നല്ല ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്ത് നമുക്ക് ഫൈനൽ ആ ഒരു ഔട്ട്പുട്ടിലേക്ക് തരും. സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഡീപ്പ് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് അഡ്വാൻസ്ഡ് സെർച്ച് ആൻഡ് റീസണിങ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഡീപ്പ് തിങ്ക് ചെയ്യുന്ന ഇത് ടൈം ചെയ്ത് എന്താണ് തിങ്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ടൈം ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആദ്യം തിങ്ക് മോഡലിലിട്ട് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിനുശേഷം ഞാനത് തിങ്കിങ്ങിലേക്ക് കിട്ടും. തിങ്ക് ചെയ്യാൻ നേരത്ത് അത് തിങ്ക് ചെയ്യുന്ന ആ ഒരു കാര്യം എന്തിനെപ്പറ്റി, അതായത് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുക്കുമ്പോൾ എന്തിനെപ്പറ്റിയാണ് അത് തിങ്ക് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണിച്ചു തരും. അവിടെ നമ്മുടെ എക്സ്പാൻഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞതിന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ
ആ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇത്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി തിങ്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരും. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കീ കമ്പോണൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വൈ ഇറ്റ് മാറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുതിയൊരു ചാറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ന്യൂ ചാറ്റ് വീണ്ടും എടുക്കാം. എന്നിട്ട് ഞാൻ നമ്മളിപ്പോൾ തിങ്കിലാണ് ഇട്ടത്, നമുക്കിനി ഡീപ്പ് സെർച്ച് എന്ന് പറയുന്ന ആ ഒരു മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊന്നുകൂടെ നോക്കാം. സോ ഇവിടെ നമുക്ക് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു, ക്വസ്റ്റ്യൻ കൊടുത്തു, അതിനുശേഷം നമ്മൾ ഡീപ്പ് സെർച്ച് കൊടുത്തു, അതിനുശേഷം നമ്മൾ എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡീപ്പ് സെർച്ചിലേക്ക്, അതായത് തിങ്ക് ചെയ്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണിക്കും, ലെഫ്റ്റിൽ നമുക്ക് കാണിക്കും. പിന്നെ ഡീപ്പ് സെർച്ച് നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരും എന്തൊക്കെയാണ് ഇത് ബ്രൗസ് ചെയ്യുന്നത്. അതായത് തിങ്കിങ്, റിസർച്ചിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ദ റിക്വസ്റ്റ് ഈസ് അബൌട്ട് ഡിഫൈനിങ് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതിനെ പറ്റിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ AMA ഡെഫിനേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് തരും. 46 വെബ് പേജസ് ആണ് ഇത് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ട്. നമുക്ക് ആ റിസൾട്ട് കംപ്ലീറ്റ് നമുക്ക് ഇവിടുന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്ത് റിസർച്ച് ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ഡീപ്പ് സെർച്ചും വർക്ക് ചെയ്യും, അതോടൊപ്പം തന്നെ റീസണിങ്ങും, അതായത് തിങ്ക് ചെയ്യുന്ന മോഡലും കൂടെ വർക്ക് ചെയ്ത് കീ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടോ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് തന്നിട്ടുണ്ട്. കീ പോയിൻറ്റ്സ്, വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വൈ ഇറ്റ് മാറ്റേഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടുന്ന് തരുന്നുണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾക്ക് നമുക്ക് റിസർച്ചിനും പ്രോബ്ലം സോൾവ് ചെയ്യാനും കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്രോക്ക് 3 യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബേറ്റ വെർഷനാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഒരു AI ടൂളാണ് ഗ്രോക്ക് 3. എലോൺ മസ്കിൻ്റെ അല്ലെങ്കിൽ XAI ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരുപാട് AI ടൂൾസിനെ പറ്റി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ChatGPT വന്നു, DeepSeek വന്നു, ഇപ്പോൾ ഗ്രോക്ക് 3 എന്ന് പറയുന്ന ആ ഒരു പുതിയ AI മോഡൽ വന്നു. അങ്ങനെ ധാരാളം AIകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു AI ടൂളാണ്. മാക്സിമം നിങ്ങൾ പഠിക്കുക. സോ താങ്ക് യു.